കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 3 ജില്ലകൾ. ഈ 3 ജില്ലകളിൽ 2016-ലും 2021-ലും CPM-നും ഇടതു മുന്നണിക്കും വലിയ തോതിൽ പലയിടത്തും കടന്നു കയറാൻ സാധിക്കുന്നത് സത്യമാണ്. അതെ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ എല്ലാ സീറ്റും. കാരണം വെച്ചാൽ അത് ഈ മാണി ഗ്രൂപ്പ് UDF വിട്ടത് ഒരു ഘടകമാണ് തന്നെയാണ്. കാരണം മാണി ഗ്രൂപ്പിന് കേരള കോൺഗ്രസുകളിൽ അണികളുള്ള ഏക പാർട്ടി ഇപ്പോഴും മാണി ഗ്രൂപ്പ് തന്നെയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് CPM ഇപ്പോൾ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ SFI മാത്രമല്ല, അവർക്ക് ഇടതുപക്ഷത്തോട് ഇപ്പോൾ പഴയതുപോലുള്ളൊരു എതിർപ്പില്ല. അവൾ കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയി വരികയാണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് നേതാക്കന്മാരുണ്ടാകുന്നു. സഭയും CPM-ഉം തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കുറച്ചുകൂടെ ഒരു ക്രയവിക്രയത്തിന് കുറച്ചുകൂടെ ആഴങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ പറയുന്ന പോലെ ഒരു എതിർപ്പ് ഇടതുപക്ഷത്തോടും CPM-നോടും 2011 മുതലില്ല. 2011 2006 മുതലില്ല. 2006 മുതൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്ക് പതിയെ ഇടതുപക്ഷവും CPM-ഉം കടന്നു കയറി. പിന്നെ കേന്ദ്രത്തിലുള്ള BJP സർക്കാരിന്റെ വരവ്, അത് ഡിപ്പെൻഡൻസി ഇല്ല. കാരണം കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ BJP വരുന്നു, ഇവിടെ CPM. അപ്പോൾ ആ ഒരു അവർക്കൊരു ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. കാരണം വെച്ചാൽ കോൺഗ്രസ് തന്നെ വേണമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്നുള്ള വന്നപ്പോഴേക്കും അവർ ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യം പുതിയ തലമുറയിലുണ്ടായി. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ ഈ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു ആൻറ്റി ഇൻകംബൻസി പ്ലസ് ഒരു CPM വരുന്നത്, അവിടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആറന്മുള മണ്ഡലം സാറ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പലയിടത്തും ചെറുപ്പക്കാരില്ലല്ലോ. കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ചെറുപ്പക്കാർ വളരെ കുറഞ്ഞു പോയി. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇത് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ ആളില്ല. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, വോട്ട് ചെയ്യാൻ ആളില്ല. ഇവരാരും വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, ഒരാളും വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വന്ന സ്ഥിതിക്കാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു CPM-നൊരു ഇടതുപക്ഷത്തിനൊരു കടന്നു കയറാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ സീറ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഇടുക്കിയിലായാലും കോട്ടയത്തായാലും പത്തനംതിട്ടയിലും ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തിൽ 2026 UDF മുന്നിൽ വരും. അക്കാര്യം സംശയമൊന്നുമില്ല.